يا ولي رضا عليك يا شيخي رضا عليك يا غوثي رضا عليك عرف الدين جيلاني. ഇന്ത്യക്കകത്തും പുറത്തും പതിനായിരങ്ങളെ തൗഹീദിലൂന്നിയ ആത്മജ്ഞാന വഴിയിൽ സഞ്ചരിപ്പിച്ച ആത്മീയ ഗുരുവാണ് മജ്ലിസുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ഹൈദരാബാദിലെ ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജിലാനി എന്ന നൂറുല്ലാ ഷാ നൂരി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. 20-ാം നൂറ്റാണ്ടു കണ്ട ദാർശനിക ചക്രവർത്തി സയ്യിദ് നൂരിഷാ തങ്ങളുടെ പിന്തുടർച്ചക്കാരനായി ആത്മീയ രംഗത്ത് പ്രശോഭിച്ച മഹാനവറുകളിലൂടെ ചിശ്തി ഖാദിരി ത്വരീഖത്തായ സിൽസില നൂരിയ എന്ന ആത്മീയ സരണി ലോകമെങ്ങും വ്യാപിച്ചു. ജീവിതത്തിൽ ഒരു ഇടവേളയ്ക്കും അവസരമില്ലാതെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാഷ്ട്രങ്ങളിലും ദീനീ പ്രബോധനം നടത്തിയ ആത്മീയ ഗുരുവാണ് അദ്ദേഹം. ശ്രോതാക്കളുടെ കണ്ണും കാതും ഹൃദയവും കയ്യിലെടുക്കുന്ന പ്രഭാഷണ ശൈലിയാണ് ഷെയ്ഖുനായുടേത്. ഈണം പകരുന്ന ഉച്ചാരണമോ ഉദ്വേഗം ജനിപ്പിക്കുന്ന വൃത്താന്തങ്ങളോ പ്രസംഗത്തിലില്ല. അളന്നുമുറിച്ച കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ കലിമത്തു തൗഹീദിന്റെ ഉൾസാരങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഇസ്ലാം ദീനിന്റെ സൗന്ദര്യത്തെയും മഹത്വത്തെയും വരച്ചു കാണിക്കുന്ന ഈമാനികമായ ഉണർവും ഉത്തേജനവും നൽകുന്ന ആ അനുഗ്രഹീത പ്രഭാഷണങ്ങൾ സത്യാന്വേഷികളിൽ വലിയ സ്വാധീനമാണുണ്ടാക്കിയത്. വിശ്വാസ പ്രമാണങ്ങളുടെ അകക്കാമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് മുസൽമാന്റെ നിലപാടുകളും നടപടികളും എങ്ങനെയായിരിക്കണമെന്ന് വരച്ചു കാണിച്ച ആ പ്രഭാഷണങ്ങൾ പലർക്കും പുതുമയുള്ളതായിരുന്നു. അള്ളാഹുവിന്റെ വിധിവിലക്കുകളുടെ ഗൗരവം ഒട്ടും ചോരാതെ സൃഷ്ടികളോടുള്ള അവന്റെ അപാരമായ കൃപയിലേക്കും അളവറ്റ ഔദാര്യത്തിലേക്കും ശ്രദ്ധ ക്ഷണിച്ച് ജനഹൃദയങ്ങളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും അവന്റെ പൊരുത്തം നേടാനുള്ള ആഗ്രഹവും ജനിപ്പിക്കുന്ന പ്രബോധന രീതി ഷെയ്ഖുനായുടെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആധാരമാക്കി നടത്തുന്ന തൗഹീദിന്റെ അമരധ്വനി മുഴങ്ങുന്ന ആ പ്രഭാഷണങ്ങൾ ദൃശ്യശ്രാവ്യ മീഡിയകളിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്നുണ്ട്. ആത്മജ്ഞാന വഴിയിൽ പതിനായിരങ്ങളെ സഞ്ചരിപ്പിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ വഴിയൊരുക്കിയ ആ ആത്മീയ ഗുരുവിന്റെ അനുയായികൾ ലോകമെങ്ങുമുണ്ട്. കേരളത്തിനു പുറമെ തെലുങ്കാന, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാഷ്ട്രങ്ങളിലും സൗദി അറേബ്യ, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ആത്മീയ മധു നുകരുന്നതിന് നിരവധി ഖാൻഗാഹുകളും ദിക്ർ മജ്ലിസുകളും മഹാനവറുകളുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായിട്ടുണ്ട്. സയ്യിദ് നൂരിഷാ തങ്ങളും സയ്യിദ് ആരിഫുദ്ദീൻ ജിലാനി തങ്ങളും ഇപ്പോഴത്തെ ഷെയ്ഖുന സയ്യിദ് നൂരിഷാ സാനി തങ്ങളും നിയോഗിച്ച നൂറുകണക്കിന് ഖുലഫാക്കൾ ഈ ആത്മീയ സരണിയുടെ സന്ദേശവാഹകരായി അവിടങ്ങളിൽ കർമ്മരംഗത്തുണ്ട്. പൊതുവേദികളിലും ഹ്രസ്വഭാഷണങ്ങളിലും പരിശുദ്ധ ദീനിന്റെ ബാഹ്യവും ആന്തരികവുമായ വശങ്ങൾ ലളിത സുന്ദരമായ വാക്കുകളിലൂടെ ജനഹൃദയങ്ങളിലെത്തിച്ച ആ മഹാമനീഷിയിലൂടെ മുത്തശ്ശരീയങ്ങളും മുവഹിദീങ്ങളുമായ സച്ചരിത സമൂഹം വളർന്നു വന്നിട്ടുണ്ട്. സൃഷ്ടികളെ പരിഗണിക്കാതെ സൃഷ്ടാവായ അള്ളാഹുവിൽ മാത്രം വിശ്വാസമർപ്പിച്ച് അവനെ മാത്രം ആശ്രയിയായി കണ്ട് അവനിൽ മാത്രം പ്രതീക്ഷ വെച്ച് തവക്കുലിന്റെ പാതയിലൂടെ മുന്നേറി ഇരു ലോകത്തും വിജയികളാകാൻ പതിനായിരങ്ങൾക്ക് ആത്മീയ വെളിച്ചം നൽകിയ സൂഫി വര്യനാണ് സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജിലാനി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. വാക്കിലും നടപ്പിലും നോട്ടത്തിലും തൗഹീദിന്റെ മധുരം പകർന്നു നൽകി ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ച കർമ്മധീരനായ ആ സൂഫി വര്യന്റെ ആത്മീയ നിറവാർന്ന വചനാമൃതിൽ നിന്നും സ്വൽപ്പമാണ് ഇവിടെ കേൾപ്പിക്കുന്നത്. ഖുർആൻ തുടങ്ങേണ്ടത് ഖുർആൻ തുടങ്ങേണ്ടത് നിങ്ങൾ നിസ്കരിക്കൂ, സക്കാത്ത് കൊടുക്കൂ എന്ന കൽപ്പന കൊണ്ടല്ലേ തുടങ്ങേണ്ടിയിരുന്നത്? എന്നാൽ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ രീതി നിങ്ങൾ നോക്കണം. ആദ്യം നിസ്കാരത്തിന്റെ, നോമ്പിന്റെയോ സക്കാത്തിന്റെയോ ഹജ്ജിന്റെയോ ചർച്ചയല്ല. ആദ്യം ആദ്യത്തെ വിഷയം അള്ളാഹു നൽകുന്നത് ഈ ഖുർആന്
ഹുദല്ലിൽ മുത്തഖീൻ. कुरान से हटकर कोई हिदायत देने वाला हमको नहीं. ഈ ഖുർആൻ പറഞ്ഞ രീതിയല്ലാതെ സന്മാർഗം പ്രാപിക്കാൻ വേറെ വഴിയൊന്നുമില്ല. कुरान क्या है? ഖുർആൻ എന്താണ്? अल्लाह की सिफत. അത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. अल्लाह बेएतबार सिफत हिदायत करने के लिए कायनात में अपना कलाम पेश फरमाया. അല്ലാഹു തആല അവന്റെ ഈ സിഫത്തിനെ നമ്മുടെ ഹിദായത്തിന് വേണ്ടി സന്മാർഗത്തിന് വേണ്ടിയാണ് നമ്മിലേക്ക് ഇറക്കിയിട്ടുള്ളത്. और करो, നാം ആലോചിക്കണം, कौन हिदायत कर रहा है हमारी? ആരാണ് നമുക്ക് ഹിദായത്ത് कौन നൽകുന്നത്? रहबरी कर रहा है? ആരാണ് നമുക്ക് നേർവഴി കാണിക്കുന്നത്? अल्लाह रहबरी कर रहा है. അള്ളാഹുവാണ് നേർവഴി കാണിക്കുന്നത്. अल्लाह हिदायत दे रहा है. അള്ളാഹുവാണ് സന്മാർഗദർശി. हिदायत कबूल करने की सलाहियत पैदा करना, ആ സന്മാർഗം പ്രാപിക്കാനുള്ള യോഗ്യത നമ്മിൽ നാം ഉണ്ടാക്കണം. अल्लाह ताला ऐलान पहले मुत्तकी का फरमा रहा है. അങ്ങനെ അല്ലാഹു തആല ആദ്യം മുത്തഖിയെയാണ് പ്രഖ്യാപിക്കുന്നത്. हालांकि दीन में तഖ്वा इंतहा पर है. സത്യത്തിൽ ദീനിന്റെ വിഭാഗങ്ങൾ, ദീനിന്റെ സ്തംഭങ്ങൾ പരിശോധിക്കുമ്പോൾ തഖ്വ അവസാന ദിശയിലാണ് കാണുക. दीन 5 अरकान पर मुश्तमल है. ദീന് 5 റുക്നുകൾ, 5 സ്തംഭങ്ങളിലാണ് നിലകൊള്ളുന്നത്. इस्लाम, ईमान, एहसान, तखवा, तौहीद. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, തഖ്വ, തൗഹീദ്. हदीस एहसान से इसका सबूत. ആ ഇഹ്സാനിനെ കുറിച്ച് വിശദീകരിച്ച ഹദീസിലൂടെ ഇതിന്റെ തെളിവ് നമുക്ക് കാണാൻ കഴിയും. सरकार द्वारम चौथे नंबर पर तखवा बयान फरमा रहे हैं. ഇവിടെ 4ാം ഘട്ടത്തിലാണ് തഖ്വയെ നമുക്ക് കാണാൻ കഴിയുന്നത്. और अल्लाह ताला എന്നാൽ അല്ലാഹു തആല आगाज कलाम तखवे से फरमा रहे हैं. തന്റെ കലാമിനെ തുടങ്ങുന്നത് തന്നെ ആ തഖ്വയിലൂടെയാണ്. अल्लाह हमको मुत्तकी देखना चाहता है. അല്ലാഹു തആല മുത്തഖീങ്ങളായിക്കൊണ്ട് നമ്മെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. अल्लाह हमको मालदार देखना नहीं चाहता. അല്ലാഹു തആല നമ്മളെ പണക്കാരായി കാണാൻ ഉദ്ദേശിക്കുന്നു. साहिब औलाद देखना नहीं चाहता. സന്താനങ്ങളുള്ളവരായി കാണാനല്ല ഉദ്ദേശിക്കുന്നത്. बिल्डिंग बनाने वाला नहीं देखना चाहता. ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നവരായി കാണാനല്ല ഉദ്ദേശിക്കുന്നത്. सनत और हिरफत का मालिक नहीं देखना चाहता. വല്ല വിദ്യയും അഭ്യസിച്ച് വല്ല തൊഴിലും സ്വീകരിക്കുന്നവനായി നടക്കുന്നത് കാണാനല്ല ഉദ്ദേശിക്കുന്നത്. ये सब करो, ഇതൊക്കെ ചെയ്തോളൂ, पहले मुत्तकी बनो. ആദ്യം മുത്തഖീങ്ങളാവുക. कौन से मुत्तकी? ഏത് മുത്തഖി? कुरान के मुत्तकी बनना. ഖുർആൻ പറഞ്ഞ മുത്തഖിയാവണം. माहौल के मुत्तकी नहीं बनना. നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ പറയുന്ന മുത്തഖിയല്ല. माहौल के मुत्तकी बनने के लिए बड़ी जिल्लतें, मशक्कतें, मेहनतें करना पड़ेगी. आप നമ്മുടെ നാട്ടുകാരുടെ ഭാഷയിലുള്ള ഒരു മുത്തഖിയാകണമെങ്കിൽ വളരെയേറെ നിന്ദ്യതയും വിഷമങ്ങളും ത്യാഗങ്ങളും സഹിക്കേണ്ടതായി വരും. और कुरान के मुत्तकी बनने के लिए എന്നാൽ ഖുർആൻ പറഞ്ഞ മുത്തഖിയാകാൻ चंद शराइत. കുറഞ്ഞ നിബന്ധനകൾ. युमिनून बिल गैबी യുഅ്മിനൂന ബിൽ ഗൈബി व युकीमून अस्सला വയുഖീമൂന സ്വലാ व मिम्मा रज़क़नाहुम युनफिकून. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. एक के तो आदी है आप, ഒന്ന് നിങ്ങൾക്ക് ഏതായാലും പതിവായതാണ്. नमाज पढ़ने के आदी है आप. നിസ്കാരം നിർവഹിക്കുന്ന കാര്യത്തിൽ പതിവുള്ളവരാണ്. मिम्मा रज़क़नाहुम युनफिकून की फेरिस्त में जरा शामिल हो जाओ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞതിലും ഉൾപ്പെടാൻ ശ്രമിക്കണം. और यूमिनूना बिल गैब पर मेहनत करना, इल्म हासिल करना, यकीन पैदा करना. യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞ ആ ആശയത്തെ നേടാൻ പരിശ്രമിക്കണം. അതിന് ആവശ്യമായ ഇൽമ് നേടണം. അതിൽ നാം അധ്വാനിക്കുകയും ചെയ്യണം. गैब क्या है? എന്താണ് ഗൈബ്? देखो, इल्मी मसला बयान करो. ഞാനൊരു ഇൽമിയായ അറിവിനോട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. अल्लाह हाजिर है, അല്ലാഹു തആല ഹാദിറാണ്. गैब नहीं है उन्हें. അല്ലാഹു ഗൈബല്ല. हुवा ज़ाहिर, വല്ലാഹിർ. अल्लाह ज़ाहिर है. അല്ലാഹു ലാഹിർ. क्या है गैब? ഗൈബ് എന്താണ്? जन्नत, दोज़ख. സ്വർഗവും നരകവും. ये तो यहाँ से जाने के बाद मालूम होगा. ഇത് ഇവിടുന്ന് പോയതിനു ശേഷം അറിയൂ. फिर गैब क्या है? പിന്നെ ഗൈബ് എന്താണ്? मैं आपको बहका नहीं रहा हूं. ഞാൻ നിങ്ങളെ പഴപ്പിക്കുകയല്ല. आप अपने जहन पर बोझ डालो. നിങ്ങൾ ബുദ്ധിയിൽ സമ്മർദ്ദം ചെലുത്തുക. अल्लाह ताला അല്ലാഹു തആല गैब. ഗൈബ്, क्या है गैब? മറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ എന്താണ് മറഞ്ഞത്? युमिनूना बिल गैब. യുഅ്മിനൂന ബിൽ ഗൈബ്. गैब पोशीदा. ഗൈബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞത്. गैब किसे कहते हैं? पोशीदा. ഗൈബ് എന്ന് പറയുന്നത്
മറഞ്ഞതിന്, नजर न आने वाली चीज ദൃശ്യത്തിൽ വരാത്തത്. कौन है गैब में? ആരാണ് ഗൈബില്? आपका मुकद्दर, നിങ്ങളുടെ മുഖദ്ദർ. आपका मुकद्दर गैब पोशीदा है. നിങ്ങളുടെ മുഖദ്ദർ അത് ഗൈബിലാണ്, മറഞ്ഞതാണ്. आपकी हयात पोशीदा है. നിങ്ങളുടെ ഹയാത്ത് മറഞ്ഞതാണ്. कब मरने वाले हैं नहीं मालूम. എപ്പോഴാണ് മരിക്കുക എന്നറിഞ്ഞുകൂടാ. क्या औलाद मिलेगी नहीं मालूम. എത്ര മക്കളെ കിട്ടുമെന്നറിയൂല. कहाँ मरेंगे नहीं मालूम. എവിടെയാണ് മരിക്കുക എന്നറിയൂല. किस लड़की से शादी करेंगे नहीं मालूम. ഏത് പെണ്ണിനെയാണ് കല്യാണം കഴിക്കുക എന്നറിഞ്ഞുകൂടാ. यूमिनून बिल गैब. യുഅ്മിനൂന ബിൽ ഗൈബ്. अब यूमिनून बिल गैब की तारीफ उलमाए किराम भी बयान फरमाते हैं. ഈ യുഅ്മിനൂന ബിൽ ഗൈബിന്റെ വിശദീകരണം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. क्या है? എന്താണ്? आमन्तु बिल्लाहि व मलाइकतिहि व कुतुबिहि व रुसुलिहि 7 सिफात बयान किए जाते हैं. ആമന്തു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി എന്ന് വൽ യൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല വൽ ബഅസി ബഅദൽ മൗത്ത് എന്നിങ്ങനെയുള്ള 6-7 കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഏതൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞോ അതൊക്കെ ഗൈബിൽപ്പെട്ട കാര്യങ്ങളായി വിശദീകരിക്കുന്നതും കാണാം. मुलाहिजा फरमाया, നിങ്ങൾ നോക്കണം. आमन्तु बिल्लाह. ആമന്തു ബില്ലാഹ്. उलमाए किराम फरमा रहे हैं, सरकार दो आलम ने फरमाया. ഈ ആമന്തു ബില്ലാഹ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. റസൂലുള്ളാഹിയും പറഞ്ഞ വാക്കാണ്. मजहब मेआर से मिलता है. മതം പദവികളുടെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുക. मुब्तदी को आमन्तु बिल्लाह. തുടക്കക്കാരനായ ആൾക്ക് ആമന്തു ബില്ലാഹ്, अल्लाह पर ईमान लाले. അല്ലാഹുവിൽ വിശ്വസിക്കുക. मुंतही ആ കാര്യത്തിൽ ഉയർച്ച പ്രാപിച്ച വ്യക്തി अन ताबुदल्लाह कान्नका तराह. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. कुरान ഖുർആന് इन्नल्लाह अला कुल्li शैइन शहीद. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. नहनु अक़रब इलैहि मिन हब्लिल वरीद. നഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. वहुवा माकुम ऐनमा कुंतुम. വഹുവ മഅകും ഐനമാ കുൻതും. हुवल अव्वलो वल आखिरो वल ज़ाहिरो वल बातिनो वहुवा बिकुल्लि शैइन अलीम. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. अल्लाह की एक तजल्ली ज़ाहिर भी है, അല്ലാഹുവിന്റെ ഒരു തജല്ലി ലാഹിർ എന്ന്. गैब नहीं है. ആ ഗൈബ് എന്നല്ല അവിടെ. मुसलमानों, पसीने छूट जाना, മുസ്ലിമീങ്ങളെ ഇത് ആലോചിക്കുമ്പോൾ വിയർത്ത് കുളിക്കേണ്ടി വരും. दीन के समझने के लिए ദീന് മനസ്സിലാക്കാൻ शऊर पैदा करना. നാം തന്റെ ഇടമുണ്ടാക്കണം. अल्लाह ताला അല്ലാഹു തആല इस्तेदाद के मुताबिक इल्म दिया है. യോഗ്യത അനുസരിച്ചാണ് ഇൽമ് പ്രദാനിക്കുന്നത്. आपका भी और हमारा भी ये आलम है. നമ്മുടെയും നിങ്ങളുടെയും ഒക്കെ ഉള്ള പതിവ്, नौजवान जब लड़का हो जाता है, ഒരു ആൺകുട്ടി ചെറുപ്പക്കാരൻ बड़ा कंट्रोल करते हैं, उसको औरत से मिलने नहीं देते. ഈ കുട്ടി ബാല്യപ്രായത്തിലേക്ക് എത്തുന്ന സമയത്ത് അവന്റെ മേൽ വളരെയേറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഒരു പെൺകുട്ടിന്റെ അടുത്തേക്കും പോകരുത്. एक वक्त आता है, എന്നാൽ ഒരു സമയം വരുമ്പോൾ उसका अख्त करते हैं, അവനെ കല്യാണം നടത്തും. औरत से जोड़ देते हैं. ഒരു പെണ്ണിനെ അവന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കും ചെയ്യും. अरे अख्त करने के बाद क्यों जोड़े मेरे को? पहले से ही जोड़ना था मेरे को. അപ്പൊ പറയാണ്, ഇന്നലെ വരെ എന്നെ പെണ്ണിനോട് അടുക്കരുത് പറഞ്ഞ് അകറ്റിയിരുന്നു, ഇപ്പൊ പെണ്ണിന്റെ അടുത്ത് നിന്ന് കൂട്ടിച്ചേർത്ത് എന്നാ നേരത്തെ തന്നെയാണ് കൂട്ടിക്കൂടായിരുന്നില്ലേ? ये हालत है. ഇത് അജ്ഞതയാണ്. इल्म क्या है? ഇൽമ് എന്താണ്? सहाबा सरकार दो आलम से अपनी इस्तेदाद के मुताबिक सवाल कर रहे हैं. മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരവരുടെ യോഗ്യതകൾ അനുസരിച്ച് ചോദിക്കുന്നു. एक सहाबी रसूल सवाल कर रहे हैं, ऐन अल्लाह. ഒരു സഹാബി ചോദിക്കുന്നു, അല്ലാഹ്, അല്ലാഹു എവിടെ? अल्लाह आसमान पर है. റസൂലുള്ള പറയുന്ന മറുപടി, അല്ലാഹു ആകാശത്ത്. बदू साहब ഒരു ബദവിയായ ഒരു കാട്ടിൽ താമസിക്കുന്ന സഹാബി. और जो अहले इल्म सहाबा हैं, എന്നാൽ ഇൽമിന്റെ വക്താക്കളായ സഹാബത്ത് उनको क्या फरमा रहे हैं? അവരോട് പറയുന്നതോ, तू जो पानी में कुएं में डोल डालता है, वो डोल पानी पर नहीं अल्लाह पर आता है. पहले അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്? നീ വെള്ളത്തിലേക്ക്, താഴെയുള്ള കിണറിലുള്ള ഒരു വെള്ളത്തിലേക്കോ മറ്റോ
ഒരു ബക്കറ്റിനെ താഴ്ത്തുകയാണെങ്കിൽ ആ ബക്കറ്റ് ചെന്ന് പതിയുന്നത് അള്ളാഹുവിലാണ് എന്നർത്ഥം വരുന്ന വാക്കാണ് പറഞ്ഞത്. ഇത് ഓരോരുത്തരുടെയും ഇൽമിന്റെ യോഗ്യതയനുസരിച്ചുള്ള സംസാരമാണ്. ആളുകൾക്ക് ബുദ്ധിയിൽ ഇറങ്ങത്തക്ക നിലയിൽ മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം നിങ്ങൾ അവരോട് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈമാനിന്റെ 7 കാര്യങ്ങൾ നിലനിൽക്കുന്നു. പരിശുദ്ധ ഹദീസിൽ പറഞ്ഞ അതിന്റെ തത്വവും നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് ഹദീസിന്റെ തത്വം? നീ അള്ളാഹുവിനെ കാണുന്നവനെ പോലെ ആരാധിക്കണം. നീ അള്ളാഹുവിനെ കാണണം. അല്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നു എന്ന് നീ മനസ്സിലാക്കണം. ഇതൊരു അടിമയ്ക്കുള്ള അവസ്ഥയാണ്, മറ്റുള്ളവർക്ക് കഴിയുന്നത്. ഇതൊരു ഈമാനുള്ളവന്റെ അവസ്ഥയാണ്. അല്ലാഹ് കോ ജാൻതാ ഹൈ, അല്ലാഹ് കോ പഹചാൻതാ ഹൈ, അല്ലാഹ് കോ ദേഖ്താ ഹൈ. അവൻ അള്ളാഹുവിനെ അറിയുന്നു, അള്ളാഹുവിനെ തിരിച്ചറിയുന്നു, അള്ളാഹുവിനെ ദർശിക്കുന്നു. ഇവൻ സ്വയത്തിന്റെ ബുദ്ധി കൊണ്ടല്ലത് പറയുന്നത്. ഇതിന്റെ പിൻബലത്തിൽ പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹുവാണ് അവ്വൽ ആദ്യം. എല്ലാവരും അത് അംഗീകരിക്കുന്നു. ലോകം മുഴുവൻ അവസാനിക്കും, അല്ലാഹു നിലനിൽക്കും. ഇവിടെയും അഭിപ്രായ ഭിന്നതയില്ല. പിന്നെ കുടുങ്ങുന്നത് എവിടെയാ? സവാരി ഹമാരി, നമ്മളെ വാഹനം, നമ്മുടെ പരീക്ഷണം നടക്കുന്നത് അതേ അല്ലാഹു പ്രഖ്യാപിക്കുന്നു, ഞാനാണ് പ്രത്യക്ഷപ്പെട്ടവൻ. നമ്മളെ കണ്ണ് കാണുന്നതോ സൃഷ്ടികളാണ് പ്രത്യക്ഷത്തിലുള്ളത്. സൃഷ്ടികളൊക്കെ പ്രത്യക്ഷത്തിൽ കാണുന്നു. എന്നാൽ ഖുർആൻ കയ്യിൽ നിന്ന് ഊരിപ്പോകും. പിന്നെ എവിടെ മഖ്ലൂഖ്? അല്ലാഹു തആല അതിന് വിശദീകരണം. മഖ്ലൂഖിന്റെ സ്ഥാനം എന്ത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ എനിക്കറിയാം. ഇത് ഖുർആനാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞ വാക്ക് ഉദ്ധരിക്കുകയല്ല നിങ്ങളുടെ മുന്നിൽ. ഞാൻ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഉദ്ധരണികൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയല്ല. നേരെയുള്ള അർത്ഥം അല്ലാഹു ലാഹിറാണ്, പ്രത്യക്ഷപ്പെട്ടവനാണ്, നമ്മളും പ്രത്യക്ഷപ്പെട്ടവര്. രണ്ട് വെളിവായവര്, രണ്ട് ലാഹിർ ഉണ്ടാകൂല. ഒരു കാര്യത്തിൽ രണ്ട് എന്ന് വന്നാൽ അതന്നെ ശിർക്ക്. ഇൽമ അവകാശപ്പെടുന്ന വ്യക്തികളെ ഇവിടത്തെ തൗഹീദ് എന്താണെന്ന് സ്ഥിരപ്പെടുത്തുക. ഡിഗ്രികൾ നേടൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഒരാള് ഖബറിന്റെ അടുക്ക പോയി നിന്നാ ശിർക്ക് എന്ന് പറയാം. അതിന് തെളിവ് പറയുന്നു, ഖിയാമെ ഗൈറുല്ലാഹ് ശിർക്കാണ്. കുറച്ചു നേരത്തെ ഞങ്ങളും സമ്മതിച്ചുതരാം നിങ്ങൾക്ക്. എന്നാലും പക്ഷേ തത്വം വ്യത്യസ്തമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ആയത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നാൽ മഖ്ലൂഖ് അല്ലാഹുവിന്റെ ഇൽമിൽ മഅലൂമാത്തെ ഇലാഹിയായിരുന്നു. ലാഹിർ അല്ലാഹ് എന്ന് എങ്ങനെ ലാഹിർ? അവൻ തന്നെയാണ് ലാഹിർ. ഇത് റിവായത്തല്ല, ഇവിടെ റിയായത്തില്ല, അവര് ആനുകൂല്യം ഇളവില്ല. ഈ അറിവിന്റെ വക്താക്കള് അവർ പഠിച്ച നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തട്ടെ.
ഈ ഖുർആനിന്റെ മുന്നിൽ തന്റെ ബുദ്ധിയെ കീഴ്പ്പെടുത്തുക. कुरान तहत अखल नहीं है, वराय अखल है. ഖുർആൻ നമ്മുടെ ബുദ്ധിക്ക് കീഴിലല്ല, ബുദ്ധിയേക്കാൾ ഉപരിയാണ്. तुम अखले सलीम के रखने वाले हैं. നിങ്ങൾ വൃത്തിയായ ശരിയായ ബുദ്ധിയുള്ളവരാണ്. अल्लाह तुम्हारी अखल से पूछ रहा है. അല്ലാഹു തആല നിങ്ങളെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്താൻ പറയുന്നു. अफला यतदब्बरून अल-क़ुरआन अम अला ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. क्यों तुम तदब्बुर नहीं कर रहे हैं? എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? किसमें तदब्बुर करना? ഏതിൽ ചിന്തിക്കണം? अहकाम में, വിധിവിലക്കുകളിലോ, असरार में, അസ്റാറുകളിലോ, मुतशाबिहात में, മുതശാബിഹാത്തുകളിലോ, मुहकमात में, മുഹക്കമാത്തിലോ, खसस में, ചരിത്രങ്ങളിലോ किसमें तदब्बुर करेंगे आप? ഏതിലാണ് തദബ്ബുർ ചിന്ത വേണ്ടത്? कुरान हट रहा है हमारे हाथ से. നമ്മുടെ കയ്യിൽ നിന്ന് ഖുർആൻ വഴുതി പോവുകയാണ്. जिंद में महफूज है, അത് വീടുകളിൽ സുരക്ഷിതമാണ്, कागजों में महफूज है. അത് കടലാസിൽ സുരക്ഷിതമാണ്. हमारे कुलूब से कुरान हट रहा है. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഖുർആൻ വഴുതി പോയിരിക്കുന്നു. कुरान पे जब्त करने की कोशिश करो, तदब्बुर करने की कोशिश करो, उस पर समझने की कोशिश करो कि क्या मंशा है इलाही. ഈ ഖുർആനിനെ മനസ്സിൽ വസിപ്പിക്കാൻ ശ്രമിക്കുക. ആ ഖുർആനിൽ തദബ്ബുർ ചെയ്യാനും ചിന്തിക്കാനും ശ്രമിക്കുക. ഈ ഖുർആനിന്റെ ആയത്തിലൂടെ എന്റെ രക്ഷിതാവിന്റെ താല്പര്യം എന്താണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. तुम वहम और गुमान की परस्तिश नहीं करते. നിങ്ങൾ ഒരു ഭാവനയെ, ഒരു ഊഹത്തെ പൂജിക്കുന്നവരല്ല. तुम मखलूक की परस्तिश नहीं करते. നിങ്ങൾ സൃഷ്ടികളെ പൂജിക്കുന്നവരുമല്ല. इस्लाम में ഇസ്ലാമില് सिवाय अल्लाह के അല്ലാഹു അല്ലാതെ सब पर मखलूकियत का इतलाक है. സർവത്തിനും അല്ലാഹു അല്ലാത്ത സർവത്തിനും സൃഷ്ടികൾ എന്നാണ് പറയുക. रूह भी मखलूक है, റൂഹും സൃഷ്ടിയാണ്, कल्ब भी मखलूक है, ഖൽബും സൃഷ്ടിയാണ്, जसद भी मखलूक है, ശരീരവും സൃഷ്ടിയാണ്, नफ्स भी मखलूक है, നഫ്സും സൃഷ്ടിയാണ്. कायनात भी मखलूक है. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടികളാണ്. एक खालिक है, ഒരൊറ്റ സൃഷ്ടാവ്. उन्हें अपना पता दे रहा है. അവൻ അവന്റെ അഡ്രസ് പറയുന്നു. तदब्बुर कर, ഇതിന് നീ मैं ചിന്തിക്കുക. कैसा हूँ, ഞാൻ എങ്ങനെ, मैं क्या हूँ, ഞാൻ ആര്, मैं क्या कर रहा हूँ. ഞാൻ എന്ത് ചെയ്യുന്നു? अल्लाह ताला फरमा रहे हैं, അല്ലാഹു തആല പറയുന്നു, यफ़अलुल्लाहु मा यशा. യഫ്അലുല്ലാഹു മാ യശാ. जो चाह मैं करता हूँ, बंदे की मजाल नहीं करनी. ഞാൻ എന്തുദ്ദേശിക്കുന്നു അത് ഞാൻ പ്രവർത്തിക്കുന്നു. അടിമക്ക് സ്വയം ഒരു കാര്യവും ചെയ്യാൻ കഴിയൂല. ऐसे कुरान को ഇങ്ങനത്തെ ഖുർആനിനെ हम मुर्दों के लिए रख दिए. ഞാൻ കേവലം മരിച്ചവർക്ക് മാത്രം कुरान जिंदों के लिए है. ആദ്യം ഖുർആൻ ജീവിക്കുന്നവർക്കാണ്. हुदल्लिल मुत्तकीन, ഹുദല്ലിൽ മുത്തഖീൻ. ये मुत्तकियों की हिदायत करता है, फासिक और फाजिर की हिदायत नहीं करता है. ഈ ഖുർആൻ മുത്തഖീങ്ങൾക്ക് സന്മാർഗം നൽകുകയാണ് ചെയ്യുക. ഫാസിഖീങ്ങൾക്കും ഫാജിരീങ്ങൾക്കും ഇതിൽ സന്മാർഗം ലഭിക്കൂല. तिलावत कर रहे हैं, നാം പാരായണം ചെയ്യുന്നു, अजर से महरूम नहीं. അജ്ർ ഏതായാലും പ്രതിഫലം ലഭിക്കും. कुरान सुन रहे हैं, ഖുർആൻ കേൾക്കുന്നു, अजर से महरूम नहीं. അതിന്റെ അജ്ർ പ്രതിഫലത്തിൽ നിന്ന് വിലക്കപ്പെട്ടവരല്ല. अजर मिलेगा, പ്രതിഫലം ലഭിക്കുന്നു, फैजान नहीं मिलेगा. പക്ഷേ അതിന്റെ നേട്ടം ലഭിക്കും. फैजान ആ നേട്ടം ലഭിക്കാൻ तदब्बुर पर रहन है. അതിൽ ചിന്തിക്കൽ കൊണ്ടാണ് കിട്ടുക. तदब्बुर करना, आप നിങ്ങൾ ചിന്തിക്കണം. कुरान पढ़ के कुरान वाले बनना. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്ത് ഖുർആനിന്റെ വക്താക്കളാവണം. कुरान पढ़ के दुनिया वाले नहीं बनना. तुम നിങ്ങൾ ഖുർആൻ ഓതി ദുനിയാവിന്റെ വക്താക്കളാകരുത്. कुरान पढ़ के फासिक नहीं बनना. तुम നിങ്ങൾ ഖുർആൻ ഓതി പിന്നെ ദോഷികളായി ജീവിക്കരുത്. कुरान पढ़ के फाजिर नहीं बनना. तुम നിങ്ങൾ ഖുർആൻ ഓതി പിന്നെ കുറ്റക്കാരായി कुरान ജീവിക്കരുത്. पढ़ के तुम मोमिन और मुत्तकी और मोहसिन बनना. तुम നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്ത ശേഷം മുഅ്മിനും മുഹ്സിനുമായി മുത്തഖിയുമായി ജീവിക്കണം. ये निसाब कुरान अपने अंदर रखता है. ഇതിനുള്ള കോഴ്സുകളും സിലബസുമാണ് ഖുർആൻ പറഞ്ഞത്. कुर्बान जाइए परवरदिगार आलम के. ആ അല്ലാഹുവിനെ നാം സർവ്വതും ദണ്ഡമാക്കണം. आसान मजहब है हमारा, എത്ര എളുപ്പമായ മതമാണ് നമ്മുടെ മതം. मुश्किलात नहीं है. ഇതിന് പ്രയാസങ്ങളില്ല. मुत्तकी बनने के लिए 1 साल का कोर्स, മുത്തഖിയാകാൻ ഒരു കൊല്ലത്തെ പാഠ്യപദ്ധതി പൂർത്തിയാക്കണം. मोमिन बनने के लिए 2 साल का कोर्स. മുഅ്മിനായി മാറാൻ 2 കൊല്ലത്തെ പാഠ്യപദ്ധതി പൂർത്തിയാക്കണം. नहीं, ഇങ്ങനെ ഇല്ല. खुदा की कसम ये जलसा खत्म होने से पहले मोमिन मुत्तकी बनेंगे आप. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഈ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മുഅ്മിനും മുത്തഖിയുമായി മാറാൻ സാധിക്കും. रुजू होना कमाल है. അവനിലേക്ക് തിരിയലാണ് ആവശ്യം. अपने
अपने खल्ब को फेरना कमाल है, അവനിലേക്ക് മനസ്സിനെ തിരിക്കലാണ് ആവശ്യം, नियत करना कमाल है, അതിനുള്ള തീരുമാനമെടുക്കലാണ് आदम പ്രധാനം. करना कमाल है। അതിന് അധ്വാനിക്കലാണ്. क्या आदम करेंगे? എന്താണ് തീരുമാനം വേണ്ടത്? मैं मुत्तकी बनूंगा पहले, ഞാൻ ആദ്യം മുത്തഖിയായി മാറും, मैं मोमिन बनूंगा पहले। ഞാൻ ആദ്യം മുഅ്മിനായി മാറും. कौन सा? ഏത് മുഅ്മിൻ? कुरान वाला, ഖുർആൻ പറഞ്ഞ മുഅ്മിൻ, अल्लाह वाला, അല്ലാഹു പറഞ്ഞ മുഅ്മിൻ, अल्लाह के कानून वाला, അല്ലാഹുവിന്റെ വ്യവസ്ഥകളുള്ള अल्लाह മുഅ്മിൻ, के मंशा वाला। അല്ലാഹുവിന്റെ തീരുമാനം ഉൾക്കൊള്ളുന്ന മുഅ്മിൻ. क्या फरमा रहे अल्लाह ताला? എന്താണ് അല്ലാഹു പറയുന്നത്? मुत्तकी कौन? ആരാണ് മുത്തഖി? युमिनून बिल गैबी व युकीमून सलाता व मिम्मा रज़क़नाहुम युनफिकून। യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. इस तഖ്വേ में ഈ തഖ്വയിലെ ईमान भी महफूज है, ഈമാനും നിലനിൽക്കുന്നു. तഖ്वा और ईमान दोनों मिल रहे हैं इसमें। ഇതിൽ തഖ്വയുമുണ്ട്, ഈമാനും ഒരുമിച്ച് കൂടുന്നു. देखिए मुखातिब कैसे है अल्लाह? അല്ലാഹു തആല സംഭാഷണം ചെയ്യുന്നത് युमिनून बिल गैब യുഅ്മിനൂന ബിൽ ഗൈബ് हुदल लिल मुत्तकीन। ഹുദൽ ലിൽ മുത്തഖീൻ. युमिनून बिल गैब, യുഅ്മിനൂന ബിൽ ഗൈബ്. मुत्तकी और मोमिन മുത്തഖിയും മുഅ്മിനും दोनों के कोर्स ഇതിൻ രണ്ടിന്റെയും കോഴ്സ് एक आयत। ഒരൊറ്റ ആയത്തിൽ. कुरान पूरा पढ़ना ഖുർആൻ മുഴുവൻ ഓതൽ अजर के लिए, പ്രതിഫലത്തിന്. बनने के लिए एक आयत काफी है तुम्हारे। നിങ്ങൾക്ക് ആയിത്തീരാൻ ഒരൊറ്റ ആയത്തും മതിയായതാണ്. साहिब कुरान बनने के लिए, ഖുർആനിന്റെ അവകാശിയായി മാറാൻ, हामिल कुरान बनने के लिए, ഖുർആനിനെ വഹിക്കുന്നവനായി മാറാൻ, कुरान वाले बनने के लिए ഖുർആൻ ഉൾക്കൊള്ളുന്ന ജീവിതമുള്ളവനായി മാറാൻ कुरान की एक आयत काफी है। ഖുർആന്റെ ഒരു ആയത്തായാലും മതി. अगर वो आयत तुम ആ ആയത്തിനെ നിങ്ങൾ अपने को उस पर मिस्ताक उसका बना दिए, ആ ആയത്തിന്റെ തത്വമാക്കി തന്നെ മാറ്റിയാൽ तुम्हारी बख्शिश उसी में है, നിങ്ങൾക്കുള്ള മോക്ഷം അതിലാണ്, तुम्हारे दर्जात उसी में है, നിങ്ങൾക്കുള്ള പദവി അതിലാണ്, तुम्हारी आखिरत की कामयाबी का राज उसी में है। നിങ്ങളെ പാരത്രിക ജീവിതത്തിന്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത് അതിലാണ്. मजहब आसान, മതം എളുപ്പമാണ്. बेवकूफ मजहब को जो है बहुत बारे गिरा बना दी। വിഡ്ഢികള്, അബദ്ധക്കാര് ഈ മതത്തെ വലിയ പ്രയാസമേറിയ ഒന്നായി ചിത്രീകരിച്ചിരിക്കുകയാണ്. जोहला ജുഹലാക്കൾ, जिसको इल्म नहीं है, അറിവില്ലാത്തവര്. मुत्तकी മുത്തഖി कौन? ആരാണ്? जाहिरी ढोंग रचाने वाला मुत्तकी इनके पास। പ്രത്യക്ഷത്തിൽ ഒരു കോലം കെട്ടിയാല് ഇവരടുക്കൽ മുത്തഖിയായി മാറി. समझ में आया? മനസ്സിലായോ? तखवे का ताल्लुक तुम्हारे खल्ब से है, തഖ്വയുടെ ബന്ധം നിങ്ങളുടെ ഹൃദയത്തോടാണ്. जाहिर से പ്രത്യക്ഷത്തോട് शन अलामतें पैदा करना। ഏതാനും ചില അടയാളങ്ങളൊക്കെ കാണാം. कौन सी अलामतें? ഏതൊക്കെ അടയാളം? ഉസ്വേ മുഹമ്മദുർ റസൂലുള്ളാह, മുഹമ്മദുർ റസൂലുള്ളാന്റെ ആ ഉന്നതമായ മാതൃക. मगर खल्ब को मुत्तकी बनाना। എന്നാൽ കൽബിനെ മുത്തഖിയാക്കണം. सरकार दो आलम ने फरमाया तഖ്वा खल्ब में है, ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞു തഖ്വ ഹൃദയത്തിലാണ്, जबान पर तखवा नहीं। നാവിലല്ല തഖ്വ. खल्ब मुत्तकी होना तुम्हारा। നിങ്ങളുടെ ഹൃദയം മുത്തഖിയാകണം. खल्ब मुत्तकी कब होता है? ഹൃദയം എപ്പോഴാണ് മുത്തഖിയാവുക? मुत्तकी മുത്തഖി मौलाना रूम रहमतुल्लाह अलैह फरमाते हैं, ബഹുമാനപ്പെട്ട റൂമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, आ गदा गोयद खुदा अज बहरे नान, मुत्तकी गोयद खुदा अज ऐने जान। अल्लाह अल्लाह बोलने वाला मुत्तकी नहीं होता। फकीर भी तुम्हारे घरों पर फिरता है, अल्लाह के वास्ते दो, अल्लाह के वास्ते दो, अल्लाह के वास्ते दो। तुमसे ज्यादा अल्लाह का जिक्र कर रहा है रोटी के लिए, वो मुत्तकी नहीं है। मुत्तकी कौन? अल्लाह। मिस्ताक खुल जाना उसके ऊपर। कौन है अल्लाह? मेरा अल्लाह कौन है? खालिक है, मालिक है, हाकिम है, राज़िक है, इलाह है, रब है। ये पूरे जो है उसके ऊपर खुल जाना, मुनकशिफ हो जाना। जब अल्लाह उन्हें कहा तो अल्लाह उस बंदे को जो है कबूल करेगा, अल्लाह भी उस बंदे का जिक्र करेगा। അല്ലാ അല്ലാ എന്ന് ഓരോ സമയത്തും ഇങ്ങനെ വിളിച്ചു നടന്നു എന്നതുകൊണ്ട് ഒരാൾ മുത്തഖിയായി മാറൂല. നിങ്ങൾക്ക് കാണാൻ കഴിയും ഭിക്ഷക്കാരായ ആളുകളെ ഓരോ ശ്വാസത്തിലും അല്ലാ 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 എന്ന് പറയുന്നത് കാണാം. അല്ലാ അല്ലാ. ഈ അല്ലാ എന്ന് അവർ പറയുന്നത് എന്തിനാണ്? ഒരു റൊട്ടി കഷ്ണം കിട്ടാൻ വേണ്ടി, അല്പം ഭക്ഷണം കിട്ടാൻ വേണ്ടി.
വയറ് നിറക്കാൻ വേണ്ടി, വയറിന്റെ കാര്യത്തിന് വേണ്ടി അല്ലാ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി, വയറിന് വേണ്ടി അല്ലാ അല്ലാ എന്ന് വിളിച്ചതുകൊണ്ട് മുത്തക്കിയാകൂല. മുത്തക്കിയാരാണ്? അവൻ ഏത് സമയത്ത് അല്ലാ എന്ന് പറഞ്ഞോ ആ സമയത്ത് അള്ളാഹുവിനെ അവൻ പ്രാപിച്ചവനാണ്. അള്ളാഹുവിന്റെ മിസ്താഖ് എന്തോ, അള്ളാഹു ആര്, അള്ളാഹുവിന്റെ ബന്ധം എന്നോട് എന്ത് എന്നുള്ള വസ്തുതയെ അറിഞ്ഞ് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അവൻ അല്ലാ എന്ന് പറയുന്നത്. അല്ലാ എന്ന് പറയുന്നതോടെ അള്ളാഹു ആരാണ്? അവൻ എന്റെ ഖാലിഖ്, സൃഷ്ടാവ്, അവൻ എന്റെ ഉടമസ്ഥന്, അവൻ എനിക്ക് ഭക്ഷണം നൽകുന്ന എന്റെ റാസിഖ്, അവൻ എന്റെ ഹാക്കിമി, എന്റെ വിധികർത്താവ്, അവനാണ് എന്റെ ഇലാഹ്. ഇങ്ങനെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഒന്നടങ്കം അവന്റെ മനസ്സിൽ പതിയുകയും ആ ഗുണങ്ങളെ തന്നിൽ എത്തിച്ചുകൊണ്ടാണ് ഇവൻ അല്ലാ എന്ന് പറയുന്നത്. അവനാണ് യഥാർത്ഥത്തിൽ മുത്തഖി. അതല്ലാതെ റൊട്ടിക്കഷ്ണത്തിന് വേണ്ടി പറഞ്ഞതുകൊണ്ട് അവൻ മുത്തഖിയാവുകയില്ല. അല്ലാഹ് എന്ന് പറഞ്ഞു. ആ അള്ളാഹുവിന്റെ സർവത്ര വിശേഷണങ്ങളും അവന്റെ മനസ്സിൽ ആ സമയത്ത് പതിയണം. ഭൂഖ് ലഗ് രഹി ഹൈ, വിശപ്പ് തോന്നുന്നു, അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞു. റാസിഖ് ഹൈ മേരാ, അവനാണ് എന്റെ ഭക്ഷണം നൽകുന്നവൻ. ബീമാർ ഹോ ഗയാ ഹൂം, രോഗിയായി ഞാൻ, അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞു. വോ ഷാഫി ഹൈ മേരാ, അവനാണ് എനിക്ക് ശിഫ നൽകുന്നവൻ. മിൽക്ക് ഖരീദ് റഹാ ഹൂം, ഒരു വസ്തു വാങ്ങുകയാണ്, രജിസ്ട്രി കരാ റഹാ ഹൂം, രജിസ്റ്റർ ചെയ്യിക്കുകയാണ്. അല്ലാഹ് അല്ലാഹ് യേ മാലിക് ഹൈ മേരെ ഘർ കാ, ഇവനാണ് എന്റെ വീട്ടിന്റെ ഉടമസ്ഥൻ. വിശ്വോത്തര ആത്മീയ ഗുരു നൂറുൽ മഷായിഖ് സയ്യിദ് നൂരിഷാ തങ്ങളുടെ പിൻഗാമിയായി ആത്മജ്ഞാന വഴിയിൽ 10,000 സഞ്ചരിപ്പിച്ച, തവക്കുലിന്റെ പാതയിൽ വീരേതിഹാസം രചിച്ച ഷെയ്ഖുന ഖുത്ബുൽ മഷായിഖ് സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജിലാനി തങ്ങളുടെ സീമന്തപുത്രനാണ് സിൽസില നൂരിയ ജാനഷീൻ സയ്യിദ് അഹമ്മദ് മുഹയ്യുദ്ദീൻ ജിലാനി നൂരിഷാ സാനി തങ്ങൾ. ബഹുമാനപ്പെട്ട ആരിഫുദ്ദീൻ ജിലാനി തങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചുവോ, എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കിയോ, അവയെല്ലാം വർദ്ധിത രൂപത്തിൽ കർമ്മപഥത്തിൽ കൊണ്ടുവരാൻ ഉത്സാഹിക്കുകയാണ് ഇന്ന് സയ്യിദ് നൂരിഷാ സാനി തങ്ങൾ. വിശ്രമമില്ലാത്ത ദീനീ ഖിദ്മത്തും തബ്ലീഗും മഹാനവറുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള സിൽസിലയുടെ പരിപാടികൾക്ക് സമയവും സന്ദർഭവും കണ്ടെത്തുന്നതിന് കലണ്ടറിലെ തീയതികൾ തികയാതെ വരുന്ന അവസ്ഥയാണുള്ളത്. എവിടെയെല്ലാം എത്തുന്നുവോ അവിടെയെല്ലാം മഹാനവറുകളെ കാണാനും ആത്മീയ മധു നുകരാനും ജനസഞ്ചയം തിരക്കുകൂട്ടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഷെയ്ഖുനാ തങ്ങൾ വരുന്ന വിവരം കേട്ടാൽ പാറ്റകൾ വെളിച്ചത്തിലേക്ക് ഓടിയെത്തുന്ന പോലെ മുരീദന്മാർ അവിടെ ഓടിയെത്തും. എവിടെ തങ്ങൾ എത്തുന്നുവോ അവിടെയൊക്കെ ആയിരങ്ങളാണ് സംഗമിക്കുന്നത്. ഈ പരിപാടികളുടെ എല്ലാം തത്സമയ സംപ്രേഷണവും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രവർത്തന ഫലമായി നിരവധി അഭ്യസ്ത വിദ്യരും യുവാക്കളും സിൽസിലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹൈദരാബാദിലെ ആത്മീയ നഭോമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബഹുമാനപ്പെട്ട നൂരിഷാ തങ്ങളിലൂടെ ഒരു പുതിയ യുഗപ്പിറവിക്ക് കാലം കാത്തിരിക്കുകയാണ്. കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക് ഉയർന്ന ബഹുമാനപ്പെട്ട സയ്യിദ് നൂരിഷാ സാനി തങ്ങൾ ആത്മീയ പഥികൾക്ക് ആശയും പ്രതീക്ഷയും നൽകി മുന്നേറുകയാണ്. ആ മഹാനുഭാവന്റെ കർമ്മപഥത്തിന്റെ ഭാഗമായി മാറാൻ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അങ്ങനെ ഞങ്ങൾ ഷെയ്ഖുനാൻ്റെ രോഗം കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഞാനും നമ്മുടെ സിൽസിൻ്റെ പ്രസിഡന്റ് നിസാമിസ സുഹരി മഹാനവറുകളും കൊണ്ടോട്ടി പരമ്പാടം എതിമുഖ്യാജനമാൻ എത്തീബാജിയും ഞങ്ങൾ ഷെയ്ഖുനാൻ്റെ മുന്നിലിരിക്കുക. ഷെയ്ഖുന രോഗിയാണ്, ഷെയ്ഖുനാൻ്റെ ആദത്തിരിക്കുക. അപ്പോൾ ഷെയ്ഖുന പറഞ്ഞു, ഞാനിവിടെ ഒരു പള്ളി എടുത്തിട്ടുണ്ട് സെങ്കാരടിയിൽ. അവിടെ ഹൈദരാബാദിലൊക്കെ സെങ്കാരടിയിൽ പള്ളിയും മദ്രസയും അതുപോലെ തന്നെ ഖാൻഗാവുകളൊക്കെ വിശാലമായിട്ടുള്ളതാണ്. അതിൻ്റെ പുറത്ത് വേറെ ഭാഗത്തൊരു പള്ളി എടുത്തിട്ടുണ്ട്. കേരളത്തിലും ഒരു പള്ളി എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ നമ്മൾ കൊണ്ടോട്ടി കാങ്ങേൻ്റെ അടുത്ത് നമുക്ക് സ്ഥലം ഉണ്ടല്ലോ, അവിടെ പള്ളി എടുക്കാം. അപ്പോൾ ഷെയ്ഖുനാക്ക് അത് വളരെ ഇഷ്ടമായി. അങ്ങനെ ആ പള്ളീൻ്റെ ആ വിഷയം നമ്മൾ ഷെയ്ഖുനാട് സംഭവിച്ചതിനും പിന്നെ ഷെയ്ഖുനാക്ക് രോഗം കൂടുതലായി ആസ്പത്രിയും ആ രോഗമായിട്ട് അങ്ങനെ അതിൻ്റെ ഇതിൽ പോയി. പിന്നെ ഷെയ്ഖുനാൻ്റെ വിശാലിന് ശേഷമാണ് നമ്മളതിന് ഒരുങ്ങിയത്. അതിനപ്പുറത്തിൻ്റെ കടലാസ് പണികളും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നതിലൊക്കെ സമയം പിടിച്ചു. അപ്പോൾ ഷെയ്ഖുന
അതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി ഇബ്നുള്ള ഷെയ്ഖുന നൂരിഷാ സാനി ശംസുൽ മശായിഖ് മഹാനവരോട് നമ്മൾ ഇവിടെ തറക്കല്ലിടാൻ വേണ്ടി സിൽസിൻ്റെ പ്രശ്നം കൊണ്ട് തറക്കല്ലിടുകയെന്ന്. അപ്പോൾ ശംസുൽ മശായിഖ് നൂരിഷാ സാനി ഷെയ്ഖുന പറഞ്ഞു, അത് ആ പള്ളി അബ്ബാജാൻ്റെ ആഗ്രഹമല്ലേ, പാപ്പാൻ്റെ ആഗ്രഹമല്ലേ, ആ പള്ളിക്ക് തറക്കല്ലിടാൻ ഞാൻ വരികയാണ്. ഞാൻ കരുതിയെന്ന് എന്താണ്, ഒംറയ്ക്ക് പോയിട്ട് ഒംറ കഴിഞ്ഞ് സല്ലല്ലാഹുവിൻ്റെ സിയാറത്തിൻ്റെ ശേഷം സിൽസിൻ്റെ പ്രവർത്തനം പ്രവർത്തിച്ചാൽ മതിയെന്നാണ് ഞാൻ കരുതിയെന്ന്. ഈ പരിപാടിക്ക് എന്താണ് അബ്ബാജാൻ്റെ ആഗ്രഹമായി പള്ളീൻ്റെ പരിപാടിക്ക് ഞാൻ തന്നെ വരികയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഷെയ്ഖുന അദ്ദേഹം വളരെ 2-3 ദിവസത്തെ ഇടയുള്ളൂ. അതിന് പെട്ടെന്ന് ഷെയ്ഖുന 2-3 ദിവസങ്ങളെ കൊണ്ട് ഷെയ്ഖുനാനെ കൊണ്ടുവരികയും അതിൻ്റെ ഇടയിൽ കേരളത്തിൽ അങ്ങും ഇങ്ങുള്ളതായിരിക്കുന്ന എല്ലാ ഖുലഫാക്കളെയും ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി. പൂർവീകരായ ഖുലഫാക്കൾ, രോഗികളായ ഖുലഫാക്കളുണ്ട്. അതുപോലെ തന്നെ ഈ ഇപ്പോൾ സിൽസിൻ്റെ പ്രവർത്തനങ്ങൾ ധാരാളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ഖുലഫാക്കൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. അവരെല്ലാവരെയും വിളിച്ചുകൂട്ടി ഷെയ്ഖുന നൂറുല്ലാ ഷാ നൂരിൻ്റെ വിശാലിൻ്റെ ശേഷം അവരുടെ സ്ഥാനത്ത് നൂറുല്ലാ ഷാ നൂരിനെ നിശ്ചയിച്ച് ആ ജാനസീൻ്റെ ആ കാല് കേരളത്തിൽ കുത്തുന്ന സമയത്ത് എല്ലാ മഹാന്മാരും എല്ലാ ഖുലഫാക്കളും എല്ലാ മുരീദന്മാരും മുഹിബ്ബീങ്ങളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ തറക്കല്ലിടലിന് വരുമ്പോൾ അവർക്ക് വലിയൊരു സ്വീകരണമാണ് നൽകിയത്. യാ വലി റിളാ അലൈക യാ ശൈഖി റിളാ അലൈക യാ ഗൗസി റിളാ അലൈക عارف الدين جيلاني يا ولي رضا عليك يا شيخي رضا عليك يا غوثي رضا عليك عارف الدين جيلاني